നമസ്കാരം. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന ജോസഫ് മാഷിനെ അറിയാത്തവർ കേരളത്തിൽ ഉണ്ടായിരിക്കുകയില്ല. ജോസഫ് മാഷ് നിർമ്മിച്ച അല്ലെങ്കിൽ എഴുതിയ ഒരു ചോദ്യപേപ്പർ, ആ ചോദ്യപേപ്പർ പ്രവാചക നിന്ദ നടത്തി അല്ലെങ്കിൽ മതത്തെ അധിക്ഷേപിച്ചുകൊണ്ട് ചോദ്യമുണ്ടാക്കി. ആ ചോദ്യത്തിൽ മുഹമ്മദ് എന്നോ മറ്റോ ഒരു പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭീകരവാദികൾ, കേരളത്തിലെ ഇസ്ലാമിക ഭീകരവാദികൾ ഈ തോമസ് മാഷിനെ ശിക്ഷ നടപ്പിലാക്കിയത്. അദ്ദേഹത്തിൻ്റെ കൈവെട്ടി മാറ്റുകയായിരുന്നു. കേവലം കൈവെട്ടി മാറ്റുക മാത്രമായിരുന്നില്ല, പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ ജീവിതം മുഴുവൻ തകർത്ത് കളയുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുണ്ടായത്. അന്ന് നമ്മുടെ കേരളം ഈ ജിഹാദികളുടെ ഒപ്പമായിരുന്നു. ഈ ജിഹാദികൾ ആരാണ് എന്നറിയാൻ കഴിയാതെ നമ്മുടെ ഈ സാക്ഷര കേരളം അവരോടൊപ്പമായിരുന്നു. പക്ഷേ മെല്ലെ മെല്ലെ നമ്മുടെ കേരളവും തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇവിടെ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ വലിയ കരങ്ങളുണ്ട്. ആ കരങ്ങളാണ് ജോസഫ് മാഷിൻ്റെ കരങ്ങളെ വെട്ടിമാറ്റിയത്. ജോസഫ് മാഷിനും ഭരണഘടനാപരമായ അവകാശങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അംഗഭംഗമില്ലാതെ ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ ഈ ഭീകരവാദികൾ അദ്ദേഹത്തിന് മതനിന്ദ നടത്തിയെന്നാരോപിച്ചുകൊണ്ട് ശിക്ഷ വിധിക്കുകയായിരുന്നു. ആ കേസിൽ അതൊരു പക്ക തീവ്രവാദ കേസാണ്. ആ കേസിൽ ഈ അടുത്ത കാലത്താണ് 55 പ്രതികളോ മറ്റോ ഉണ്ടായിരുന്നു. അതിൽ 2 ഘട്ടങ്ങളിലായി 24 പേർ ശിക്ഷിക്കപ്പെട്ടിരുന്നു. ആ കേസിലെ 1-ാം പ്രതിയായിട്ടുള്ള സവാദിനെ അറസ്റ്റ് ചെയ്തത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. കേരള പോലീസിനൊന്നും 1-ാം പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല. 14 വർഷം കഴിഞ്ഞ് തമിഴ്നാട്ടിൽ നിന്നും ഈ പറയുന്ന 1-ാം പ്രതിയെ അറസ്റ്റ് ചെയ്തത് കേന്ദ്ര ഏജൻസിയായ NIA ആണ്. NIA പോയിട്ടാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം വളരെ കൃത്യമായ കസ്റ്റോഡിയൽ ഇൻ്ററോഗേഷൻ നടന്നിരുന്നു. ആ കസ്റ്റോഡിയൽ ഇൻ്ററോഗേഷനിൽ കൃത്യമായ വിവരങ്ങൾ ഈ കേസിനെ കുറിച്ച് കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ജോസഫ് മാഷിനെ കൈവെട്ടിയ കേസിൽ പ്രതിപ്പട്ടികയിലുള്ളവരും ശിക്ഷിക്കപ്പെട്ടവരും മാത്രമല്ല, ഈ കേസിൽ ഈ അക്രമം നടത്തുന്നതിന് ഗൂഢാലോചന നടത്തിയ നിരവധി ആളുകൾ ഇനിയും പുറത്തുണ്ട് എന്ന സൂചനയാണ് ഇപ്പോൾ NIA നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് പുനരന്വേഷിക്കാനുള്ള ഒരു അപേക്ഷ NIA കോടതിയിൽ സമർപ്പിക്കുന്നു. ആ അപേക്ഷയ്ക്ക് ഇപ്പോൾ കോടതി അനുമതി നൽകിയിരിക്കുകയുമാണ്. അതായത് 1-ാം പ്രതിയായിട്ടുള്ള സവാദ് പിടിയിലാകുന്നു. 14 വർഷം കേരളത്തിൽ തന്നെ ഒളിച്ചു താമസിക്കുന്നു. ഇയാൾക്ക് ഒളിച്ചു താമസിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് ഇപ്പോൾ നിരോധിക്കപ്പെട്ട ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ആണ് എന്നിപ്പോൾ വിവരം ലഭിച്ചിരിക്കുന്നു. പോപ്പുലർ ഫ്രണ്ടിൻ്റെ സഹായത്തോടുകൂടി, പോപ്പുലർ ഫ്രണ്ടിൻ്റെ പുറത്തുള്ള പ്രവർത്തകരുടെ സഹായത്തോടുകൂടി, ഈ ഭീകരന്മാരുടെ സഹായത്തോടു കൂടിയാണ് ഇയാൾ ഊരും പേരും അറിയാതെ കേരള പോലീസിനെ പോലും വെട്ടിച്ചുകൊണ്ട് ഒളിവിൽ കഴിഞ്ഞിരുന്നത്. ഇങ്ങനെ ഇയാളെ 14 വർഷം ഒളിപ്പിച്ചു വെച്ചത് ആരാണ്? ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചവർക്ക് ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ കേസുമായി ബന്ധമുണ്ടോ എന്നീ കാര്യങ്ങളാണ് ഇപ്പോൾ NIA അന്വേഷിക്കുന്നത്. ആ അന്വേഷണത്തിനാണ് ഇപ്പോൾ NIAക്ക് കോടതിയുടെ അനുമതി ലഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം ഇനി ഉടൻ തന്നെ NIA ആരംഭിക്കും. ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ കേസിൽ ഇനിയും കൂടുതൽ പ്രതികൾ രംഗത്ത് വരും എന്നാണ് സൂചന. NIA അന്വേഷണം അതായത് അവസാനിച്ചു കഴിഞ്ഞു എന്ന് വിചാരിച്ച ഒരു കേസാണ് ഇപ്പോൾ വീണ്ടും NIA പുനരന്വേഷിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് ഇതിനാവശ്യമായ ഗൂഢാലോചന നടത്തിയത്. പക്ഷേ ഈ ഗൂഢാലോചനക്കാർ ഇപ്പോഴും നിയമത്തിൻ്റെ മുന്നിൽ വന്നിട്ടില്ല എന്ന് സവാദിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് NIAക്ക് മനസ്സിലാകുന്നത്. അതായത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് പോലും അറിവില്ലാതിരുന്ന ചില ഭീകര നെറ്റ്വർക്കുകൾ ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ടിന് സജീവമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇത് കാണിക്കുന്നത്. ആ ലിങ്കുകളിലേക്ക്, ആ നെറ്റ്വർക്കുകളിലേക്ക് കടന്നു കയറുകയാണ് NIA. ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ കേസ് അതിനൊരു തുമ്പായി മാറുകയാണ്. വീണ്ടും പുനരന്വേഷണത്തിലേക്ക് കേന്ദ്ര ഏജൻസി കടക്കുകയുമാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.